മോർ ദാൻ സർജറി, മോർ ദാൻ മെഡിക്കേഷൻ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലാണ് മെയിൻ ആയിട്ട് കിടക്കുന്നത്. അതിപ്പോ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ തന്നെ അഡൾട്ട്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഗേർഡ് ആണെങ്കിലും LPRD ആണെങ്കിലും ഒക്കെ കാണുന്നത്. പുളിച്ചിത്തകെട്ടലിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്നതാണ് നേരെ നമ്മുടെ പോസ്ചർ അപ്രൈറ്റ് ആവുമ്പോഴത്തേക്കും ഗ്രാവിറ്റി ഹെൽപ്പ് ചെയ്യും നമ്മളെ കുറെയൊക്കെ ഹോൾഡ് ചെയ്യും. ഒരു മനുഷ്യൻ ENT ആയിട്ട് ബന്ധപ്പെട്ട് പോകാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ENTയിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാറില്ല. അതിനെക്കുറിച്ച് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കവിത മാമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാം, വെൽക്കം ടു ദ ഷോ. മാം, ENT ആയിട്ട് ബന്ധപ്പെട്ടാണ് മാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ENTയിൽ തന്നെ അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ എനിക്കിന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് LPRDയെ കുറിച്ചാണ്, ആ ഒരു ഡിസീസിനെ കുറിച്ചാണ്. LPRD എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് LPRD എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ മാം, എന്താണ് LPRD? LPRD അത് ഒരു ഷോർട്ട് ഫോം ഫോർ ലാറിംഗോ ഫാരഞ്ചിയൽ റിഫ്ലെക്സ് ഡിസീസ്. ഇപ്പം ഒരുപാട് പേർക്ക് ഗേർഡ്, GERD ഇതിനെ കുറിച്ച് അറിയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്നാണ് ഗേർഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ നിന്നും അന്നനാളം വരെയുള്ള റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫ്ലോ എന്നാണ് ആ ടേം മീനിങ്. ഓക്കെ, അതായത് ഈ നെഞ്ചെരിച്ചിൽ അല്ലേ? എക്സാക്ട്ലി. കുളിച്ചുതകെട്ടൽ, നെഞ്ചെരിച്ചിൽ, ഇവിടെ ഒരു ഖനം പോലത്തെ ഫീല്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇതേ സാധനം തൊണ്ടയിലേക്ക് സിംറ്റംസ് എത്തുമ്പോഴാണ് നമ്മൾ ഇതിനെ LPRD, അതായത് ലാറിംഗോ ഫാരിങ്സ്, അത് ആ തൊണ്ടയെ നമ്മൾ സയന്റിഫിക്കലി പറയുന്ന, മെഡിക്കലി പറയുന്ന ടേം ആണ് ലാറിംഗോ ഫാരഞ്ചിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതാണ് LPRD. അന്നനാളത്തിൽ 2 സ്ഫിങ്ക്ചേഴ്സ് ഉണ്ട്. അതായത് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ, അപ്പർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അതാണ് സ്ഫിങ്ക്ചർ എന്ന് പറയുന്നത്. ഈ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ എന്ന് പറയുന്നത് ആമാശയത്തിന്റെയും അന്നനാളത്തിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പൊ അത് എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ആസിഡ് തിരിച്ച് റിഫ്ലക്സ് ബാക്ക് ഫ്ലോ വരാത്തത്. അത് കുറച്ച് റീസൺസ് ഒരുപാടുണ്ട്. റീസൺസ് കാരണം അത് ലൂസ് ആവുമ്പോഴാണ് ഈ റിഫ്ലക്സ് ഗേർഡ് ആയിട്ട് സിംറ്റമാറ്റിക്കലി വരുന്നത്. അതായത് ഈ താഴ്ന്നുള്ളത് മേളിലേക്ക് വരിക. എക്സാക്ട്ലി. ആസിഡ് നമ്മുടെ ആമാശയത്തിനുള്ളിൽ എപ്പോഴും ആസിഡ് ആണ്. ഗാസ്ട്രിക് ജ്യൂസ് എപ്പോഴും ആസിഡിക് ആണ്. അപ്പൊ ആ അസിഡിറ്റി, അതുകൊണ്ടാണ് അതിന് അസിഡിറ്റി എന്ന് പേര് വരുന്നത്. അത് റിഫ്ലെക്സിന്റെ സമയത്താണ് നമ്മൾ ഗേർഡ് എന്ന് പറയുന്നത്. ഇതേ തന്നെ അപ്പർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതൊന്ന് കുറച്ചൊന്ന് ലൂസായി വരുമ്പോഴാണ് നമ്മൾ ഈ LPRD എന്ന് പറയുന്ന ആ ടേമിലേക്ക് നമ്മൾ വരുന്നത്. ഇതിനെന്താണ് കാരണം? അങ്ങനെ വരാനുള്ള ചാൻസസ് എന്താണ്? അതിൽ മെയിൻ ആയിട്ട് വരുന്ന കോസസ് എന്ന് പറയുന്നത്, അതിപ്പോ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ തന്നെ അഡൾട്ട്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഗേർഡ് ആണെങ്കിലും LPRD ആണെങ്കിലും ഒക്കെ കാണുന്നത്. ഈ ഗേർഡിന്റെ ഒരു 60% LPRDയിലേക്ക് എത്തും. ഇനി ഗേർഡ് ഇല്ലാതെ തന്നെ പേഷ്യൻസ് LPRD ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതായത് സൈലന്റ് റിഫ്ലെക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഈസോഫേജിയൽ റിഫ്ലെക്സ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ബിക്കോസ് ഇതാ വേറെ ഈ അസിഡിറ്റിയുടെ ഒരു സിംറ്റംസും ഇല്ലാതെ ജസ്റ്റ് ഈ LPRD മാത്രമായിട്ട് പ്രസന്റ് ചെയ്യുന്ന പേഷ്യൻസും ഉണ്ട്. ഗേർഡ് LPRDയിലേക്ക് എത്തുന്ന പേഷ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഒബീസിറ്റി, അതായത് നമുക്ക് അമിതവണ്ണം വരിക, BMI വളരെ കൂടി നിൽക്കുക, പിന്നെ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ഓയിലി ഫുഡൊക്കെ ഒത്തിരി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് കോസ് വരുന്നത് സ്മോക്കിങ്ങും ആൽക്കഹോൾ കൺസംഷനും തന്നെയാണ്. ഇങ്ങനത്തെ ഈ പല റീസൺസ് കാരണം വരുന്ന, പിന്നെ ഉള്ളത് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയും. അതായത് നമ്മുടെ ഹെർണിയ ഉണ്ടല്ലോ, നമ്മൾ നോർമലി നമുക്ക് അറിയാവുന്ന ഹെർണിയ, അത് ആ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചറിന്റെ അവിടെ വരുന്ന ഹെർണിയ, അത് കാരണം ആ സ്ഫിങ്ക്ചർ ലൂസ് ആവുകയും മുകളിലേക്ക് ആസിഡ് റിഫ്ലെക്സ് വരികയും ചെയ്യുന്നതിനാണ് നമ്മൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ ക്രോണിക് കോഫ്, ഇങ്ങനത്തെ നമ്മൾ ആ ഒരു അബ്ഡോമിനൽ ടെൻഷൻ കൂട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരു മെഡിറ്റേഷൻ കൊണ്ട് പൂർണ്ണമാവുന്നതാണോ, അതോ നമുക്ക് കൂടുതലും സർജറിയിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? മോർ ദാൻ സർജറി, മോർ ദാൻ മെഡിക്കേഷൻ, ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലാണ് മെയിൻ ആയിട്ട് കിടക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ അത്രയും നമ്മുടെ ഒരു ലൈഫ് പാറ്റേണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ കാരണങ്ങളാണ് ഞാനിപ്പോ, അല്ലാതെ നമ്മളൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ അനോമലി, യെസ് ഹയാറ്റസ് ഹെർണിയ ഒരു സ്ട്രക്ചറൽ അനോമലിയാണ്, ബാക്കി എല്ലാ കാരണങ്ങളും നമ്മളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് യെസ്
ട്രീറ്റ്മെന്റ് മെഡിക്കൽ സൈഡ് യെസ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാളും ട്രീറ്റ്മെന്റ് പേഷ്യന്റ് തന്നെ മനസ്സിൽ ലൈഫ് സ്റ്റൈലാണ് പ്രശ്നം. എക്സാക്ട്ലി. അതിൽ കൊണ്ടുവരുന്ന വ്യത്യാസത്തിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കേണ്ടത്? അതെ, അതായത് നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാർ പറയുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതായത് നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, പിനിയൽ ഗ്ലാൻഡ് എന്നാണ് പേര്. ആ ബയോളജിക്കൽ ക്ലോക്ക് നമുക്ക് പിടിപ്പിച്ച് തന്നിട്ടുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാനാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ 8 മണിക്കൂർ ഉറക്കം. അതിലേക്കൊന്ന് പോട്ടെ, ഒരു 7 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു നോർമൽ ക്വാളിറ്റി സ്ലീപ്പ് പാറ്റേൺ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ടു ഡു. കാരണം ഈ റിഫ്ലെക്സിന് ഈ പല കാരണങ്ങളിലുള്ളതിൽ ഒരു മേജർ കാരണം ഞാൻ പറയാൻ വിട്ടുപോയത് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്. അത് ഭയങ്കരമായിട്ട് ഈ റിഫ്ലെക്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ആ ഒരു നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം കൊണ്ടുവരുമ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്വാളിറ്റി സ്ലീപ്പ്, 8 hours ഓഫ് കണ്ടിന്യൂസ് സ്ലീപ്പ്. അന്നൊന്ന് ഉറങ്ങേണ്ടത് അന്നൊന്ന് ഉറങ്ങുക. അതായത് ഇന്ന് ഉറങ്ങേണ്ടത് 12 മണി കഴിഞ്ഞപ്പോൾ നാളെ ആയിരുന്നു. അപ്പൊ 12 മണിക്ക് ശേഷമുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ പാറ്റേൺ അക്കോർഡിംഗ് ടു ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ തന്നെ ബോഡി കുറേയൊക്കെ ഒരു ബാലൻസിലേക്ക് വീഴും. അതൊന്ന്. രണ്ടാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. അതായത് കറക്റ്റ് സമയത്തുള്ള ഫുഡ് കറക്റ്റ് ഇന്റർവെല്ലില് കറക്റ്റ് എമൗണ്ടിൽ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നത്. അത് മാത്രമല്ല അത് കഴിക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ, അതായത് ഓയിലി ഫുഡും സ്പൈസി ഫുഡും ഒക്കെ നല്ലോണം കുറച്ച് വെജിറ്റബിൾസ്, അതിപ്പം സ്റ്റീംഡ് ആയിട്ടുള്ളതാണെങ്കിലും അത് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലും വെജിറ്റബിൾസ് കുറേയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഫ്രൈഡ് ഐറ്റംസ്, ജങ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നമ്മൾ ആ നോർമൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ഫുഡ് പാറ്റേണിലേക്കും കൂടി കൊണ്ടുവരിക. അതുപോലെ തന്നെ രാത്രി പ്രത്യേകിച്ചും നമ്മൾ കഴിക്കുന്നതിൽ ഡിന്നറാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്, പിന്നെ 8 മണിക്കൂർ നമ്മൾ ഗ്രാവിറ്റിയെ ഡിഫൈ ചെയ്ത് അങ്ങ് കിടക്കുവാണ്. അപ്പൊ ഈ പുളിച്ചിത്തകെട്ടലിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്നതാണ് നമ്മൾ നേരെ നമ്മുടെ പോസ്ചർ അപ്രൈറ്റ് ആവുമ്പോഴത്തേക്കും ഗ്രാവിറ്റി ഹെൽപ്പ് ചെയ്യും നമ്മളെ കുറെയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട്. ആ ഗ്രാവിറ്റിയെ നമ്മൾ അങ്ങ് ഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ ആ ആസിഡിറ്റിയുടെ പ്രവണത, അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് പേഷ്യൻസ് പ്രശ്നം പറയുന്നത്. ഓക്കെ, പിന്നെ ഈ LPRDയുടെ സിംറ്റംസ് പറഞ്ഞില്ല, അതൊന്ന് പറയാം. അതായത് നമ്മളിപ്പം ഈ ഗേർഡ്, അതായത് നമ്മൾ അസിഡിറ്റി പറയുമ്പോഴത്തേക്കും നെഞ്ചരിച്ചിൽ, അതായത് ചിലപ്പോൾ നെഞ്ചരിച്ചിലായിട്ട് ഒന്നുമേ ഇത് വരില്ല. ഇതിൽ മേജർ ആയിട്ട് വരുന്നത് ഒരു ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, അതായത് ശബ്ദത്തിലൊരു വ്യത്യാസം. പ്രത്യേകിച്ചും പേഷ്യന്റിന് മാത്രമേ അത് ഫീൽ ചെയ്യുകയും ചെയ്യുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഈവൻ ഇപ്പോൾ ഞാനൊരു ക്ലിനിക്കിൽ ഇരിക്കുകയാണ്, ഒരു പേഷ്യന്റ് വരുമ്പോഴേക്കും അവർ പറയാം എനിക്ക് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നണമെന്നില്ല, കാരണം വലിയ കുഴപ്പമില്ലാത്തൊരു ശബ്ദമായിരിക്കും. പക്ഷെ അത് പേഷ്യന്റ് കുറച്ച് കാലമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഹോഴ്സ്നെസ് ആയിരിക്കും അത്. പിന്നെ രണ്ടാമത് മേജർ ആയിട്ട് വരുന്നത് നമ്മൾ ഗ്ലോബസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഗ്ലോബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ബോഡി സെൻസേഷൻ ത്രൂട്ട്. എന്തോ അവിടെ ഇരിക്കുന്നു, എപ്പോഴും ഒരു തോന്നലുണ്ടാവും, എന്തോ അവിടെ ഉണ്ട്, എന്തോ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല. വെള്ളം ഇറക്കുന്നുണ്ട്, വേറെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ എന്തോ അവിടെ ഉണ്ട്. തൈറോയിഡ് അല്ല, അതൊക്കെ പേഷ്യന്റ് തന്നെ പറയും. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, തൈറോയിഡിൽ ഹൈപ്പർട്രോഫി ഇല്ല, എല്ലാം പേഷ്യന്റ് തന്നെ പറയും. പക്ഷെ എന്തോ ഉണ്ട്. നമ്മളപ്പം ഇതിനൊപ്പം നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുകയാണ് ചെയ്യാം. തൊണ്ട വരെയുള്ള ലാരിംഗോസ്കോപ്പി എന്നാണ് അത് പറയുന്നത്. അത് നോക്കുമ്പോഴേക്കും ഇതിൻ്റെതായിട്ടുള്ള ചേഞ്ചസിൽ അവിടെ ഈ വരുന്ന സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യന്റ് സ്ഥിരമായിട്ട് ത്രോട്ട് ക്ലിയറിങ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും ആ സ്റ്റിക്കി മ്യൂക്കസ്, ഇവിടെ ആ ഒട്ടി പിടിക്കുന്ന ആ കഫം എപ്പോഴും ഉണ്ട്. അപ്പം എപ്പോഴും പറയും കഫം തുപ്പുന്നുണ്ട്, പക്ഷെ മഞ്ഞയല്ല. വെള്ള നിറത്തിൽ തന്നെ കഫം പോകുന്നുണ്ട്, ചുമയില്ല. നെഞ്ചിൽ നല്ല വരുന്നത്, പക്ഷെ ഈ പറഞ്ഞ പോലെ വെള്ള നിറത്തിൽ പോകുന്നുണ്ട്, ചെസ്റ്റ് പക്ഷെ കുഴപ്പമില്ല. ഇത് പേഷ്യന്റ് തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്ന സിംറ്റംസ് ആണ്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഈ 2-3 സിംറ്റംസ് ആണ് കൂടുതലായിട്ടും പേഷ്യന്റ് വന്നിട്ട് പറയാറ്. അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് എത്തുമ്പോഴേക്കും അതാണ്. ഇപ്പൊ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആക്കുക. രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന ആള് 3 മണിക്കൂർ മുന്നേ, അതിപ്പോ എത്ര മണിക്ക് ഉറങ്ങണം, 10 മണിക്ക് ഉറങ്ങുന്ന 7 മണിക്ക് ഫുഡ് കഴിക്കുക. ഡിന്നർ എപ്പോഴും ഉറങ്ങുന്നതിന്റെ 3 hours, ആ ഒരു 3 hours ഗ്യാപ്പ് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുക. ഭക്ഷണം കഴിച്ച് ദഹിക്കാനുള്ള ഒരു ഗ്യാപ്പ്. അതുപോലെ തന്നെ രാത്രിത്തെ ഭക്ഷണം വളരെ ലൈറ്റ് ആക്കുക, എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ള. ഇപ്പം ആവിയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി, ഇടിയപ്പം, അങ്ങനത്തെ എളുപ്പം ദഹിക്കുന്നത്, അതായത് ഓയിലും സ്പൈസും തീരെ ഇല്ലാത്തത്. അത് അങ്ങനെ കഴിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഒരു പകൽ കഴിക്കുക.
അതായത് നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായി അപ്രൈറ്റ് പോസ്ചറിലുള്ള ആൾക്കാർ ഉള്ള സമയത്ത് അത് കഴിക്കുക, അത്രയും ആഗ്രഹമുള്ള ആൾക്കാർ. പക്ഷെ ഇത് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ തൽക്കാലം അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ നമ്മുടെ എല്ലാ മസിൽസിനെയും ലൂസൺ ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് അല്ലാതെ നമ്മുടെ ഔട്ടർ ബോഡി മസിൽസ് തന്നെ നമുക്ക് അറിയാലോ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ റിലാക്സ് ആയിപ്പോ. അപ്പോൾ ഇന്നർ മസിൽസിനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാം റിലാക്സ്ഡ് ആകുമ്പോഴേക്കും ഈ ആസിഡ് റിഫ്ലക്സിനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിംഗ് ഇത് രണ്ടും ഒഴിവാക്കുക. ആ BMI ഒരു 25 നിർത്താൻ നോക്കുക. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അത് അവനവന്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, അതാണ് വേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഈ ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് വിട്ടുമാറാത്ത ചുമയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹെർണിയയുടെ അസുഖം ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോണിക് കോഫ്, അത് പറഞ്ഞു, വിട്ടുമാറാത്ത ചുമ പറഞ്ഞു, ഈ നമ്മുടെ ഒരു പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അതായത് നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു കുറേ കാലം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂട്ടുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് റിഫ്ലെക്സ് അതിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആ രീതിക്കുള്ള ട്രീറ്റ്മെന്റ് തന്നെ എടുക്കുക. നമുക്ക് പക്ഷെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് പിന്നെ എല്ലാ ദിവസവും ഒരു 30 minutes എങ്കിലും എക്സസൈസ്. നമ്മൾ കുറേ കൂടി ടോൺ ആവും ബോഡി, നമ്മുടെ എല്ലാ മസിൽസും ടോൺ ആവും, ഉള്ളിലും പുറത്തുള്ള മസിൽസ് ടോൺ ആവുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലത്തെ റിഫ്ലെക്സും കാര്യങ്ങളും അവിടെ എല്ലാം ടോൺ ആവും. അപ്പൊ നമ്മളൊരു 5 ദിവസമെങ്കിലും, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ വെച്ച് ഒന്ന് ആക്റ്റീവ് ആവുക. അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ചൊരു ഈ പറഞ്ഞ പോലെ അതന്നെ കാമിങ് ആയിട്ടുള്ള പ്രാണായാമയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്താ വെച്ചാൽ നമ്മൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതായിരിക്കും, തനിക്ക് സൈക്ലിംഗ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. എല്ലാവരും കൂടെ ഒരേ കാര്യം നടക്കുക അല്ലെങ്കിൽ ഓടുക അങ്ങനെയൊന്നും അല്ല. അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം സാധിക്കും. അപ്പം അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. ഇല്ല, അത് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രോണിക് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഈ പറഞ്ഞ പോലെ PPI എന്ന് പറയും, പ്രോട്ടോൺ പമ്പിങ്, നമ്മുടെ ഈ പാൻടോപ്പ് പോലത്തെ മരുന്നുകൾ നമ്മൾ അത് കറക്റ്റ് ഡോസിൽ കറക്റ്റ് ഡ്യൂറേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞ് അതിന്റെ കൂടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. അത്രേ ഉള്ളൂ LPRDയിൽ ചെയ്യാനായിട്ട്. പക്ഷെ അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനും പണി കുറഞ്ഞ് കിട്ടുമെന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് കേട്ടോ. വളരെ രസകരമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഒരു LPRD എന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നു. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുക, എന്നാൽ നമ്മുടെ ലൈഫും നന്നായിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.